ഹലോ. വൈകിട്ടത്തെ ചായക്ക് എന്ത് കടി ഉണ്ടാക്കുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ കിട്ടിയത്. 2 പഴം ഇരിപ്പുണ്ടായിരുന്നു. 2 ഏത്തപ്പഴം ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിൻ്റെ തൊലിപ്പുറത്ത് വരയിട്ട് കൊടുത്ത് ആവിയിൽ വേവിച്ചെടുക്കണം. പഴം വെന്ത് വന്ന് കഴിയുമ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങ ചിരണ്ടിയെടുക്കണം. ഒരു അരമുറി തേങ്ങ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ആ സമയത്ത് നമ്മുടെ വെന്ത പഴത്തിൻ്റെ തൊലിയൊക്കെ മാറ്റി അതൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് ചെറുതായിട്ട് ഉടച്ചെടുക്കണം. മിക്സിയിൽ നിന്നിട്ട് അടിക്കരുത്, നമ്മുടെ കൈകൊണ്ട് തന്നെ സ്പൂൺ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു സ്പൂണോളം നമ്മൾ നെയ്യ് ഒഴിക്കുന്നു. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ നട്ട്സായിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, നമുക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പുണ്ട്. ഇപ്പം ഞാനിതിനകത്ത് മുന്തിരിയും ബദാമുമാണ് ഉപയോഗിച്ചത്. മുന്തിരിയും ബദാമും ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മളതിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന അരമുറിയോളം തേങ്ങ ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ വറക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്താൽ മതി. ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്തു. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനം ബ്രെഡാണ്. ഞാനൊരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു 4 ബ്രെഡ് ഒക്കെ കണക്കാക്കി എടുത്താൽ മതി. 3-4 ബ്രെഡിൻ്റെ ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. ഇനി ഇതിൻ്റെ ബ്രൗൺ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. ഈ വൈറ്റ് പോർഷൻ മാത്രം മതി നമുക്ക്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒറ്റ കറക്കലിലൊന്ന് എടുത്താൽ മതി, അപ്പോഴത്തേക്കും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. കണ്ടില്ലേ, ബ്രെഡ് മിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് ഉടച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. സ്പൂൺ ഉപയോഗിച്ചോ കൈകൊണ്ടോ നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഷുഗർ കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് കൂടുതലെടുക്കാം, കുറവ് വേണ്ടവർക്ക് കുറയ്ക്കാം. കാരണം പഴത്തിനും ആവശ്യത്തിന് മധുരമുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതുപോലെ നല്ലപോലെ ഇളക്കി വയ്ക്കുക. ഇനി നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ പ്രയോറിറ്റി അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ പഴം മിക്സ്, പഴവും തേങ്ങയും പഞ്ചസാരയൊക്കെയുള്ള മിക്സ് ഇതുപോലെ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കണം. അത് ചെറിയൊരു ഉണ്ട പോലെയാക്കിയെടുത്ത് അതൊന്ന് ജസ്റ്റ് കൈകൊണ്ട് പരത്തി സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ എളുപ്പമായി. ഇനി ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഒന്ന് ജസ്റ്റ് മുക്കിയെടുത്ത് നമ്മൾ ബ്രെഡ് ക്രംസിലെടുത്ത് മാറ്റി വയ്ക്കണം. കണ്ടോ, ആദ്യം മുട്ടയിൽ ഇതുപോലെ 2 സൈഡ് ഒന്ന് കവർ ചെയ്തെടുക്കുക, പിന്നെ ബ്രെഡ് ക്രംസിലെടുത്ത് കവർ ചെയ്യാം. അതുപോലെ എല്ലാം നമ്മൾ ഓരോന്നായിട്ടും എടുക്കാം. നമ്മുടെ കയ്യിലുള്ള പഴത്തിൻ്റെ മിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് 4-5 കട്ട്ലറ്റ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരം കുട്ടികളൊക്കെ വീട്ടിൽ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അധികം സമയം മെനക്കെടുത്താണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണിത്. മധുരം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും, കഴിക്കാനും ഇഷ്ടമായിരിക്കും. ഈ സ്റ്റെപ്പൊക്കെ വളരെ ഈസി ആയിട്ടോ, നമുക്ക് അധികം സമയം മെനക്കെടുത്താണ്ട് റിസ്ക് ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് ബ്രെഡ് ക്രംസിലും അതുപോലെ മുട്ടയിലൊക്കെ മുക്കിയെടുക്കുന്ന പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടി അവരെ ഇൻവോൾവ് ചെയ്യിക്കുകയാണെങ്കിൽ അവർക്കും കുറച്ച് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ തോന്നലുണ്ടാവും. കണ്ടില്ലേ, അങ്ങനെ എൻ്റെ കട്ട്ലറ്റിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ആ സമയത്ത് നമ്മുടെ എണ്ണ അല്ലെങ്കിൽ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഏത്തപ്പഴം കട്ട്ലൈറ്റായിട്ട് കണക്കാക്കും, ഒരു സ്വീറ്റ് കട്ട്ലൈറ്റാണിത്. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. പുറമേ മുട്ടയും അതുപോലെ ബ്രെഡും ആണ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ഈ സമയത്ത് തീയൊക്കെ ഒന്ന് കുറച്ചിട്ടാൽ മതി കേട്ടോ, കാരണം പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു സൈഡ് വളരെ പെട്ടെന്നായി 2-3 മിനിറ്റ് തന്നെ മാക്സിമം, അപ്പോഴേക്കും നമുക്ക് ഒരു സൈഡ് ഇതുപോലെ കുക്കായി കിട്ടും. എല്ലാം കുക്ക്ഡ് ആയിട്ടുള്ള സാധനമാണ്. ജസ്റ്റ് ഇവിടുത്തെ മുട്ടയും അതുപോലെ ബ്രെഡ് ക്രംസും മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 2 ഏത്തപ്പഴം ഇത്തിരി തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണിത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അത്രേ ഉള്ളൂ. ടാറ്റാ.